കൊല്ലം കുണ്ടറയിൽ സൈനികനായ തോംസൺ മരിക്കാൻ കാരണം ലോക്കപ്പ് മർദ്ദനമെന്ന പരാതിയുമായി അമ്മ ഡെയ്സി. കുണ്ടറ പോലീസ് അറസ്റ്റ് ചെയ്ത തോംസൺ നേരിട്ടത് ക്രൂരപീഡനമെന്ന മാതാവിന്റെ പരാതി. ആന്തരിക അവയവങ്ങൾക്ക് ഏറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സിക്കിം യൂണിറ്റ് മദ്രാസ് റെജിമെന്റിൽ ജോലി ചെയ്യുകയായിരുന്നു തോംസൺ. 2024 ഓഗസ്റ്റ് മാസം തോംസൺ ലീവിന് നാട്ടിലെത്തി. ഒക്ടോബർ 11 ഭാര്യയുമായുള്ള വഴക്കിനെ തുടർന്ന് പരാതി ലഭിച്ചതോടെ കുണ്ടറ പോലീസ് തോംസനെ അന്വേഷിച്ചെത്തി. രാത്രിയോടെ തോംസനെ പോലീസ് പിടികൂടി. തുടർന്ന് മകന് കൊടിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നുവെന്നാണ് പരാതി. നവംബർ 7 ജയിൽ മോചിതനായതിന് പിന്നാലെ ചികിത്സ നേടിയ തോംസൺ 27 ഡിസംബറിൽ മരിക്കുകയായിരുന്നു. ശരീരത്തിൽ ക്ഷതങ്ങളുള്ളതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നു. ഭാര്യ വീട്ടുകാരും മകനെ മർദ്ദിച്ചതായി അമ്മ ആരോപിക്കുന്നു. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും അമ്മ പരാതി നൽകി. വിവരം സൈനിക നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. വീട്ടുമുറ്റത്തെ മേൽമൂടിയില്ലാത്ത കിണറ്റിൽ വീണ് 5 വയസ്സുകാരന് ദാരുണാന്ത്യം. നേമം കുളക്കുടിയൂർ കോണത്ത് സർവോദയം റോഡ് പത്മവിലാസത്തിൽ സുമേഷ് ആര്യ ദമ്പതികളുടെ മകൻ ധ്രുവനാണ് മരിച്ചത്. കിണറ്റിൽ പാവക്കുട്ടിയെ തിരയുന്നതിനിടെ വീണതാകാമെന്നാണ് സംശയിക്കുന്നത്. കുട്ടിക്ക് സംസാരശേഷിയില്ലാത്തതിനാൽ കിണറ്റിൽ വീണത് ആരും അറിഞ്ഞില്ല. മകനെ കാണാത്തതിനെ തുടർന്ന് അമ്മ ആര്യ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് കിണറ്റിൽ വീണ നിലയിൽ കുട്ടിയെ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് സംഭവം. വൈകിട്ട് നഴ്സറി വിട്ടുവന്ന ശേഷം വീട്ടുമുറ്റത്ത് 2 വയസ്സുള്ള സഹോദരി ധ്രുവികയോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ധ്രുവൻ. പെയിന്റിംഗ് തൊഴിലാളിയായ അച്ഛൻ സുമേഷ് ജോലിക്ക് പോയിരുന്നു. അമ്മ ആര്യ തുണികൾ കഴുകുകയായിരുന്നു. തുടർന്ന് ധ്രുവനെ തിരക്കിയപ്പോൾ കണ്ടില്ല. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന സഹോദരിയെ മാത്രമാണ് കണ്ടത്. പരിഭ്രാന്തിയിലായ ആര്യ വീടിന് ചുറ്റും അന്വേഷിച്ച് നടന്നു. ഒടുവിൽ കിണറിന് സമീപത്ത് കസേര കണ്ട് സംശയം തോന്നിയാണ് കിണറ്റിൽ പരിശോധിച്ചത്. കുട്ടി കസേരയിൽ കയറി നിന്ന് കൈവരിക്ക് മുകളിലൂടെ എത്തി നോക്കിയതാകാമെന്നാണ് സംശയിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറോളം കുഞ്ഞ് കിണറ്റിൽ കിടന്നു. അഗ്നിരക്ഷാസേന എത്തിയാണ് കുഞ്ഞിനെ പുറത്തെടുത്തത്. നേമം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ധ്രുവൻ വീടിന് സമീപത്തുള്ള സൈനിക് ഡേ പ്രീ പ്രൈമറി സ്കൂളിലാണ് പഠിക്കുന്നത്. ഒരാഴ്ചയ്ക്ക് മുൻപ് ധ്രുവൻ തന്റെ പാവക്കുട്ടിയെ കിണറ്റിൽ എറിഞ്ഞിരുന്നു. ഇതെടുക്കാനായിരിക്കാം കുഞ്ഞ് കസേര വലിച്ചിട്ട് കിണറ്റിലേക്ക് നോക്കിയതെന്നാണ് ഫയർഫോഴ്സ് പറയുന്നത്. അഗ്നിരക്ഷാസേന നടത്തിയ തിരച്ചിലിൽ ഈ പാവക്കുട്ടിയും കണ്ടെത്തി. പുൽപ്പള്ളിയിൽ യുവാവിനെ കുത്തിക്കൊന്ന കേസിൽ 3 പ്രതികൾ കോടതിയിൽ കീഴടങ്ങി. 1-ാം പ്രതി മീനംകൊല്ലി സ്വദേശിയായ പൊന്തത്തിൽ PS രഞ്ജിത്ത്, 2-ാം പ്രതി പുത്തൻവീട്ടിൽ മണിക്കുട്ടൻ, 3-ാം പ്രതി അഖിൽ എന്നിവരാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ കീഴടങ്ങിയത്. കേസുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച പോലീസിന്റെ പിടിയിലായ 4-ാം പ്രതി മീനങ്ങാടി കുട്ടിരായമ്പലം സ്വദേശി പൊന്തത്തിൽ റാലിസണിനെ വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കി. 4 പ്രതികളെയും കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. ഏരിയപ്പള്ളി ഗാന്ധിനഗർ കോളനിയിലെ ആരിക്കണ്ടി റിയാസിനെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതികൾ റിമാൻഡിലായത്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് സംഭവം നടന്നത്. ആക്രമണത്തിന് ശേഷം കാറിൽ രക്ഷപ്പെട്ട പ്രതികൾ ഒളിവിൽ പോയിരുന്നു. മീനങ്ങാടിൽ നിന്നും വ്യാഴാഴ്ചയാണ് റാലിസനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മറ്റു പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടന്നിരുന്നു. കേസിലെ 1-ാം പ്രതിയായ രഞ്ജിത്തിന്റെ സഹോദരി ഭർത്താവാണ് മണിക്കുട്ടൻ. 4-ാം പ്രതിയായ റാലിസൻ ഇവരുടെ ബന്ധുവാണ്. 3-ാം പ്രതിയായ അഖിൽ രഞ്ജിത്തിന്റെ സുഹൃത്തും സമീപവാസിയുമാണ്. രഞ്ജിത്തിന്റെ വിവാഹിതയായ സഹോദരിയുമായി റിയാസിന് ബന്ധമുണ്ടെന്ന വിരോധത്തിലാണ് സഹോദരനും ഭർത്താവും ചേർന്ന് കുത്തി പരിക്കേൽപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. രഞ്ജിത്തും റിയാസും അടുത്ത സുഹൃത്തുക്കളും കെട്ടിട നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നവരുമാണ്. രഞ്ജിത്തിന്റെ കുടുംബവുമായി റിയാസിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കാനായി റിയാസിനെ വിളിച്ചു വരുത്തിയതാണ്. പിന്നീടാണ് പ്രതികൾ റിയാസിനെ കുത്തി പരിക്കേൽപ്പിച്ചത്.